മോനെ കേശു, കേശു എന്തമ്മൂമ്മ എന്ന് എഴുന്നേറ്റേ, എന്നിട്ട് എഴുന്നേക്ക്. എന്തിനു ഞാൻ എണീക്കണേ? കഷ്ടമല്ല, കിടക്കാൻ സമയമില്ല. എന്ത് മോനെ, പിള്ളേരൊന്നും പകലിങ്ങനെ കിടന്ന് ഉറങ്ങരുത്. തന്നെയല്ല, നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഇങ്ങോട്ട് എണീറ്റ് വാ. ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാ. നീ അങ്ങനെ കഴിക്കാതിരിക്കുന്നതല്ലോ. വാ, പറയുന്ന കേക്ക്. വാ, എണീറ്റ് വാ. മാമിയേ, ഓ, അവനൊരു ഡബിൾ ഓംപ്ലേറ്റ് അടിച്ചു കൊടുക്കണം. എന്നിട്ട് എന്തിനാ? കഴിച്ചിട്ട് ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇടിക്കാനോ? അങ്ങോട്ട് വാ നീ. ഇതാ മക്കളെ കേശുവേ, നിന്റെ എല്ലാ സ്വഭാവങ്ങളും കൊള്ളാം. പക്ഷെ നീ എന്തിനിടെ ആൾക്കാരുടെ അടുത്ത് അടി കൂടുന്നത്? ഞാനിപ്പോൾ അടി കൂടാൻ പോയ അറിയാല്ല, നിന്റെ അച്ഛനെ അറിയാതെ അങ്ങനെ ഒരു പേര് വീഴുന്നു. നിന്റെ അച്ഛനെ പോലൊരു ശുദ്ധം വേറെ ആരുമില്ല. കുറച്ച് മുൻദേശം ഉണ്ടെന്നേ ഉള്ളൂ. നീ ഇപ്പം അങ്ങനെ ആയില്ലടാ മക്കളെ. ഞാൻ എപ്പോൾ അടി ഉണ്ടാക്കാൻ പോയ ചിറ്റപ്പം എന്തിനിറ്റപ്പാ പറയണേ? ഞാൻ മിണ്ടാ ഇവിടെ ഇരിക്കുമല്ലോ. ഇതിപ്പോൾ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞ് എന്നെ ഒരു ഗുണ്ടാക്കും തോന്നുന്നില്ല. മക്കളെ കേശുവേ, നീ അധികമൊന്നും പറയണ്ട. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയായിട്ട് അറിയുന്നുണ്ട് കേട്ടാ. ലച്ചി ചേച്ചി എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. നീ എന്തിനാ നിന്റെ കൂട്ടുകാരെ ആ ചീനും ആ ഒരു ചെറുക്കണ്ടല്ലേ അവനെ അടിച്ചെടുത്ത് ചാണാത്തി പുഴി വിട്ടത്? ചാണകം പോയിട്ടൊന്നുമില്ല, ചാണകം എടുത്ത് തേച്ചു കൊടുത്ത് അത്രേ ഉള്ളൂ. ആ എന്തിന്? കൂടെ നിന്ന് കാലേ വാരി. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കൂടെ നിന്ന് കാലേ വരുന്ന ഒരുത്തനെ വെറുതെ വിടല്ലേ. ആ, ആരെയും വെറുതെ വിടണ്ടടാ. നീ എല്ലാത്തിനും ഞാൻ കൊന്നോളാം. അവിടുത്തെ പോലീസ് വരും, ബാക്കി വരും നോക്കിക്കോളും. ഡേയ്, കൂടുതൽ തിളക്കില്ല കേട്ടാ. മാമൻ കൂടുതലൊന്നും പറയണ്ട. രണ്ടുപേരും കൂടെ എനിക്ക് പെണ്ണാലോചിക്കാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് അവിടെ ചെന്ന് എന്തിനാണ് കാണിച്ചു കൂട്ടിയത്? ആ പാമ്പ് പിടിച്ച മനുഷ്യനെ പട്ടി ഓടിക്കുമല്ലോ ഓട്ടിച്ചത്. അത് പിന്നെ അയാളെ സംസാരം ശരിയല്ലെന്ന് പറഞ്ഞാൽ തീരെ ശരിയല്ല. അവനെ കണ്ടപ്പോഴേ ഈ ചപ്പാക്കുറ്റി രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത്. അതെടാ, കോട്ടയത്തെ നാട് വഴി അങ്ങേറ്റ് ആണാ പിടിച്ച് കയറി കൊടുക്കാന്ന് പറയാ. നല്ല കാര്യം. അതുവഴി നീ ഒതുങ്ങി പോകണം. നീ വീട്ടിൽ പ്രശ്നം, കോളേജിൽ പ്രശ്നം, റോഡിൽ പ്രശ്നം. എടാ, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ലേടാ നിന്നെ ആ പെണ്ണ് ഒഴിവാക്കിയിട്ട് പോയത്. അത് പോണേ പോട്ട് പോമാ. ഞാൻ മക്കളെ കേശുവേ, എല്ലാ ആവശ്യത്തിനായാൽ കൊള്ളാം കേട്ടാ. എന്താടാ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മളാണല്ലേ അല്ലേ മാമ? ഇവിടെ ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നത്തിനും കാരണം മാമല്ലേ? അല്ല, കാരണം മാമൻ അല്ലെങ്കിൽ എല്ലാത്തിനും ഫ്രണ്ടിൽ നിൽക്കണം മാമല്ലേ? പണ്ട് ബാസ്യങ്ങളായിട്ടുണ്ടായ തല്ല് അച്ഛനേക്കാളും ഫ്രണ്ടിൽ മാമനായിരുന്നു. പിന്നെ ഇവിടെ തട്ടിയുടെ തല്ല് കിടന്ന് അതിലും ഫ്രണ്ടിൽ മാമൻ. അത് മാത്രമല്ല, ഈ കിടന്ന അടിയുണ്ടായത് മൊത്തം മാമൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ജോയി മോന്റെ പ്രശ്നം വരെ മാമൻ ഫ്രണ്ടിലുണ്ടായിരുന്നു തന്നെ. അപ്പൊ ആരാ ഇവിടെ വലിയ പ്രശ്നം? ഞാനാ മാമനാ? ഏടാ, എന്തിനാണ് ഞാൻ നിന്നത്? നീയും നിന്റെ അച്ഛനും തമ്മിൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തില് ഞാൻ ഇടയിൽ വന്ന് വീണതാണ്. അയ്യാ, വീണതെന്ന് പറഞ്ഞ് ചാടി എങ്ങോട്ട് വീഴുമല്ലേ? നോക്കിയപ്പോ ബെഡ്ഷീറ്റോടെ തൂക്കിയിട്ട് ഞാൻ കളയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, മാമന്റെ ഭാര്യ നല്ല സ്വഭാവത്തിനുടമയാണ്. ആ അമ്മായി കാരണം ഇപ്പൊ ഇത്രയും പ്രശ്നം വസലായി നിൽക്കുന്നത്. മെല്ലിന് ഞാൻ ചെറിയൊരു സൗന്ദര്യപ്പണൊക്കെ ഉള്ളായിരുന്നു. അവളെ വീട്ടിൽ വന്നപ്പോ പിടിച്ച് കൊങ്കി പിടിച്ച് ഏറെ നിർത്തി കൊടുത്തു. ഇപ്പൊ ആ കൊച്ചു കുറച്ചു അങ്ങ് പോയി. മാമന് ചേരും മാമന്റെ ഭാര്യ നന്നായിട്ട് ചേരും. ഞാൻ നിർത്തണ? ഓ, ഇപ്പൊ ഞാൻ നിർത്തണ? നീ വന്നു അമ്മാവനെ അടിക്കാൻ തുടങ്ങിയോ? അമ്മൂമ്മ, ഞാൻ അടിച്ചല്ല. മാമേനെ അടിക്കാൻ വന്നപ്പോ ഞാൻ ലോക്ക് ഇട്ടിയാണ്. സത്യമായിട്ട് ലോക്ക് ഇട്ടിയാണ്. പെടൽ വേനെടുത്ത. സോറി മാമ, തമാശക്ക് ചെയ്തേനല്ല. ഞാൻ ഓടി വന്നതല്ലേ ഉള്ളൂ. നീ എന്തിനാ കഴുത്തി തൂക്കി എടുത്ത് ഇവിടെ എടുത്ത് എറിഞ്ഞത്? മാമ അടിക്കുമെന്ന് പേടിച്ച് കളിച്ച്. അങ്ങനെ അടിക്കുമെന്ന് പേടിച്ച് നീ കാണിക്കണ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട കേട്ടാ. നീ സൂക്ഷിച്ചോ. നീ എപ്പോഴാണ് എന്റെ ഗുണമാറണെന്ന് അറിഞ്ഞൂടെ? മാമ അറിഞ്ഞോണ്ടല്ലോ. ഇവന്റെ അച്ഛനെ കുറെ വിദ്യകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ മോനെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, മറ്റുള്ളവരെ പൂട്ടാനൊക്കെ ആയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് മുറ്റത്ത് കൊണ്ടുവരുത്തിട്ട് സംസാരിക്കണാക്കാം. ആ, ഇവനെ പോലുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ നന്നായിരിക്കും. അമ്മൂമ്മ പോ. ഞാൻ എവിടെ പോണടാ? കേശു, ഇതെന്തോന്ന് ചിറ്റിക്കൊണ്ടിരിക്കണത്? പലതും ഞാൻ കേട്ടില്ലാന്ന് അടിക്കാണ് കേട്ടാ. ഇത് മിക്കാറും തന്നെ ഇവിടെ ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും. പണ്ടേ നിന്റെ അച്ഛൻ നെയ്യാറ്റിൻകരയിൽ കിടന്ന് ഒരുപാട് തിമിർത്തു നിന്റെ ഈ പ്രായത്തിൽ. അന്ന് എൻ്റെ വലിയച്ഛൻ മഹാദേവ വലിയച്ഛനാണ് പാഴൂർ കൊണ്ടുപോയത് അങ്ങനെ ജോലി സ്ഥലത്ത്. അത് നമുക്ക് തലവേദനയായി. ഞാനങ്ങ് പറഞ്ഞു പോയതാ. ആ, അതുപോലെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് കൊണ്ടുപോകേണ്ടി വരും. ഞാൻ ശരിയാവൂല. മാമ, നീ എന്തോടാ പോണ ചവിട്ടി കൊണ്ടുപോണേ? ഇത് ദേഷ്യം പറഞ്ഞ നിനക്ക്? പിന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് ദേഷ്യം പറഞ്ഞെങ്കിലേ
അത് മടക്കി അങ്ങ് പോക്കറ്റ് ഇട്ടിട്ട് അകത്ത് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിയും. ആ ചെല്ലു, രാവിലെ ഉണ്ടാക്കി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.